ആര് ജയിച്ചു? തോൽക്കാൻ മനസ്സുള്ളവരും തോൽപ്പിക്കാൻ മനസ്സുള്ളവരും. ഇന്ന് 2025 ഡിസംബർ 13 ശനിയാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2588 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് അല്പം കഴിഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും. ഒരു പക്ഷേ നിങ്ങൾ ഈ ലേഖനം വായിക്കുമ്പോഴേക്കും നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ തെളിവായി വരും. തോൽക്കാൻ ആർക്കും മനസ്സില്ല എങ്കിലും തോൽക്കാൻ ചിലർ മിനക്കൊട്ടു എന്നും വരും. പക്ഷേ 99% പേരും തോൽക്കാൻ ആളുകൾ തോൽപ്പിക്കാൻ ഇറങ്ങിയവരാണ്. എതിരാളിയെ തോൽപ്പിക്കാൻ എന്തും പറയും. നിങ്ങൾ നിങ്ങളുടെ വാർഡിലെ കാര്യങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ചേ. 2 പേരെങ്കിലും കട്ടയ്ക്കൊന്ന് പോരാടുന്നില്ലേ? കഴിഞ്ഞ 5 വർഷം ജയിച്ചവർ പുതിയ പ്രകടന പത്രികയുമായി വരുമ്പോൾ എനിക്ക് അവരോട് വെറുപ്പാണ്. കഴിഞ്ഞ 5 കൊല്ലം സമയമുണ്ടായിട്ടും ഒന്നും ചെയ്യാത്തവർ ഇനിയും ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ തിരുവനന്തപുരം ഞങ്ങളെ ഏൽപ്പിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റാമെന്ന് പറഞ്ഞവരെയും എനിക്ക് ഇഷ്ടമല്ല. ഭരണം കിട്ടിയാലേ തിരുവനന്തപുരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയുന്നവർ ഭോഷന്മാരാണ്. വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ട് വ്യാജ മെഷീൻ ഉപയോഗിച്ച് ഭരണം പിടിക്കാമെന്നല്ലാതെ വോട്ട് കിട്ടി അവിടെ ഭരിക്കും എന്ന് തോന്നുന്നില്ല. ഈ കൂട്ടർക്ക് ഇത്തവണയും ഭരണം കിട്ടിയില്ല എന്നിരിക്കട്ടെ. അടുത്ത 5 കൊല്ലം തിരുവനന്തപുരത്ത് ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നിൽക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുമോ? അവനവൻ്റെ താല്പര്യത്തിന് ഭരിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണോ നിങ്ങൾ ഭരിക്കാൻ കയറിയത് എന്നാണ് ജനത്തിന് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇനി നമുക്ക് ബൈബിളിലേക്ക് തിരിയാം. അവിടെ ഒരു രാജാവിനെ കാണാം. 1 ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 13:1 സൗൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു എന്നാണ് വായിക്കുന്നത്. ദൈവം നിയമിച്ചാക്കിയ ഈ രാജാവ് ഭോഷത്വം ചെയ്തു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുള്ളത് വാക്യം 13:13 ശമൂവേൽ സൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിൻ്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഭോഷത്വം ചെയ്തു എന്ന കാരണത്താലാണ് ദൈവം അവന് രാജസ്ഥാനത്ത് നീക്കം ചെയ്തത്. വാക്യം 14 ഇപ്പോഴോ നിൻ്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിന് നീ പ്രമാണിക്കായ്ക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവൻ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം അറിയാതെ ചോദിച്ചു പോകും, എന്താണ് ഈ പുള്ളിക്കാരൻ ചെയ്ത ഭോഷത്വം എന്ന്. അതിന് വാക്യം 12 ഉത്തരമുണ്ട്. ഞാൻ ദൈവത്തിന് യാഗം കഴിച്ചു എന്ന് അവൻ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. എൻ്റെ പ്രിയ വായനക്കാരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന് യാഗം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ആ നാട്ടിലെ നിയമം അനുസരിച്ച് യാഗം നടത്തേണ്ടത് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരാണ്. അതിന് പകരം താൻ രാജാവായിരിക്കെ തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത യാഗം ഒരു രാജാവും കഴിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ചിലരുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത ചെയ്യും, ചെയ്യേണ്ടത് ചെയ്യുകയുമില്ല. ജീവനില്ലാത്ത ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ കൂട്ടരുടെ കളി എന്നതിനാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ഇന്നത്തെ അയോധ്യയിലെ കളി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരുന്നു എങ്കിൽ ജീവനുള്ള ദൈവം തീയിറക്കി ഇവനെയും ദഹിപ്പിച്ചേനെ. ഇനി ഞാൻ വേറെ ഒരു രാജാവിനെ കാണിച്ചു തരാം. അതിന് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:3 വായിക്കണം. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. ഈ ചോദ്യം പീലാത്തോസ് കർത്താവായ യേശുക്രിസ്തുവിനോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാമോ യേശുക്രിസ്തു ആരാണെന്ന്? യേശുക്രിസ്തു ദൈവമാണ്. ഈ ഭൂമിയിൽ പിറന്നു എന്നത് സത്യമാണ്. ആ ക്രിസ്തു യഹൂദന്മാരുടെ രാജാവായി തന്നെയാണ് പിറന്നത്. എന്നാൽ അത് ഇന്നത്തെ പോലെ ഒരു പ്രദേശം ഭരിക്കാനുള്ള പദവി ആയിരുന്നില്ല. അതുകൊണ്ട് ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും ഭരിച്ചില്ല എന്ന് മാത്രമല്ല, ഭരിക്കുന്നവരാൽ ചാട്ടവാറുകളുള്ള അടി വാങ്ങിക്കുകയായിരുന്നു. ഈ കാര്യം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ട് നമുക്ക് സങ്കീർത്തനങ്ങൾ 9:7-8 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു. ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. ഇത് ഒരു പ്രവചനമാണ്. ഇതോടെ ചേർത്ത് നമുക്ക് യെശയ്യാപ്രവചനം 32:1 കൂടെ വായിക്കാം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും എന്ന് പ്രവചിച്ചത് ഈ ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് എത്ര പേർക്കറിയാം? ചുരുക്കി പറഞ്ഞാൽ നാം ആരെന്ന ബോധ്യം ആദ്യം നമുക്കുണ്ടാകണം. ജനാധിപത്യ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർ ജനാധിപത്യ മര്യാദ പ്രകാരമാണ് ഭരിക്കേണ്ടത്. അല്ലാതെ അവർ ദൈവമായി ഞെളിയുകയല്ല വേണ്ടത്.
ദൈവിക പദ്ധതി പ്രകാരം രാജാവായ ക്രിസ്തു അന്നത്തെ നാട്ടുരാജാക്കന്മാരെ പോലെ ഭരണം പിടിക്കാൻ നടന്നില്ല. ഇതാണ് വാസ്തവം. അതുകൊണ്ട് ഇന്ന് ജയിച്ചു വന്നവർ ആരും ദൈവം ചമഞ്ഞും ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ ചമഞ്ഞും ഭരിക്കാൻ തുനിയരുത്. ഒടുവിലായി പറയട്ടെ, ആത്മീകന്മാരുടെ കൂട്ടത്തിലുമുണ്ട് ചിലർ പ്രമാണമുണ്ട് എന്ന് പറയുകയും പ്രമാണത്തിന് മീതെ പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ദൈവത്തെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. ഇന്ന് നിങ്ങൾ ആരുടെ കൂടെയാണ്? ദൈവത്തെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെ കൂട്ടത്തിലോ അതോ ദൈവം ഉള്ളവരുടെ കൂട്ടത്തിലോ എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുക്കണം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605558101. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.